Hello, good morning. Good morning, sir. Okay. മക്കളെ, ഇന്നലെ ഞാൻ ചെറിയൊരു വർക്ക് നിങ്ങൾക്ക് തന്നിരുന്നു. എത്ര പേര് ചെയ്തിട്ടുണ്ടത്? അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോറോൺ, അതായിരുന്നില്ലേ ക്വസ്റ്റ്യൻ? ആ, എത്ര ആൾ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കി? ഏതെങ്കിലും ബുക്ക് നോക്കിയിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ, ഇന്നലെ ലാസ്റ്റ് നമ്മൾ ഒരു 4 കോമ്പൗണ്ട്, ബോറോണിന്റെ 4 കോമ്പൗണ്ടുകളുടെ കെമിക്കൽ ഫോർമുല പറഞ്ഞിരുന്നു. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ബൊറാക്സ് എന്നുള്ള ഒരു കോമ്പൗണ്ട് ആണ് പറഞ്ഞത്, ബൊറാക്സ്. ഈ ബൊറാക്സിന്റെ കെമിക്കൽ ഫോർമുല എന്താ? പറയൂ. ബൊറാക്സിന്റെ കെമിക്കൽ ഫോർമുല Na2 B4O7 dot 10H2O. Na2B4O7 dot 10H2O. ദെൻ വേറൊന്നാണ് ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് എന്തായിരുന്നു? BOH ത്രൈസ് അല്ലെങ്കിൽ H3BO3. BOH ത്രൈസ് ഓർ H3BO3. ദെൻ നമ്മള് ഡൈബോറൈൻ. ഡൈബോറൈൻ എന്താ? B2H6. Then borazine. B3N3H6. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണത് ബൊറാക്സ് എന്നുള്ള കോമ്പൗണ്ട് ആണ്. ബൊറാക്സ്. അപ്പൊ ഹെഡിങ് എഴുതാം, ബൊറാക്സ്. കെമിക്കൽ ഫോർമുല Na2B4O7 dot 10H2O. Borax, Na2B4O7 dot 10H2O. ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി, ബൊറാക്സിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ബൊറാക്സിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ ഇവിടെ ഡോട്ട് 10H2O എന്നുണ്ട്. പക്ഷെ ഈ ഡോട്ട് 10H2O കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമല്ലേ? നമ്മളിങ്ങനെ എഴുതുമ്പോ കൂടെയുള്ള ഈ വാട്ടർ മോളിക്യൂൾ, അതിനെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്നാണ് വിളിക്കുക. ആ കോമ്പൗണ്ടുകൾ എന്ത് ചെയ്യൂല, അല്ലെങ്കിൽ ആ വാട്ടർ മോളിക്യൂള് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അവര് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല. അതുകൊണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് എഴുതുമ്പോൾ ഡോട്ട് 10H2O എഴുതല് നിർബന്ധമില്ല. കാരണം അവരെന്തായാലും റിയാക്ഷനിൽ പങ്കെടുക്കാൻ പോണില്ല. ബൊറാക്സ് ആയിട്ട് നിൽക്കുമ്പോൾ അതിന്റെ കൂടെ എന്തുണ്ട്, ഡോട്ട് 10H2O ഉണ്ടായിരിക്കും. പക്ഷെ അവരെന്തില്ല, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്തത് കൊണ്ട് നമ്മൾ റിയാക്ഷൻ എഴുതുമ്പോൾ
ഡോട്ട് 10H2O വേണ്ട, ഈ കോമ്പൗണ്ട് മാത്രം എഴുതിയാൽ മതി. മനസ്സിലാവുണ്ടോ? കാരണം വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്നാണ് അതിനെ പറയാ, കൂടെയുള്ള വാട്ടർ മോളിക്യൂൾ. അവരാരും റിയാക്ഷനിൽ പങ്കെടുക്കാറില്ല. അത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ബൊറാക്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടുന്നു എന്നുള്ള ചെറിയൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ. മെയിൻ ഹെഡിങ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അതിന്റെ താഴെ ചെറിയൊരു പോയിന്റ്. ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ to form alkaline solution. It dissolves in water to form alkaline solution. അത് ബൊറാക്സ് വെള്ളത്തിൽ ചേർത്തിയാൽ അത് നമുക്കൊരു ആൽക്കലി ബേസ്, ആൽക്കലിയാണ് നമുക്ക് കിട്ടുക. എന്തുകൊണ്ടെന്നുള്ളതാണ്. ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഫോം ആൽക്കലൈൻ സൊല്യൂഷൻ. എന്തുകൊണ്ട് കിട്ടുന്നു നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് ബൊറാക്സ് എന്നുള്ള കോമ്പൗണ്ട് ഞാൻ എടുത്തു, Na2B4O7. ഡോട്ട് 10H2O എഴുതണില്ല, കാരണം അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാറില്ല. പ്ലസ് നമ്മൾ വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യുന്നത്, അതുകൊണ്ട് H2O. അവിടെ ബാലൻസ് ചെയ്യണമെങ്കിൽ 7H2O വേണ്ടി വരും. 7H2O gives നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ആണ് കിട്ടുക. ഒന്ന്, ഇവിടെ എത്ര സോഡിയം ഉണ്ട്? 2. അപ്പൊ ഈ സോഡിയത്തിക്ക് വെള്ളം ചേർത്താൽ എന്താ കിട്ടല്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ 2 സോഡിയം ഉണ്ടായതുകൊണ്ട് 2NaOH പ്ലസ്. ഇനി നോക്കാം, ഇവിടെ എത്ര ബോറോൺ ഉണ്ട്? 4 ബോറോൺ ഉണ്ട്. ഓക്കെ, ഇപ്പൊ കേക്കണ്ടോ? ഇതുവരെ കേട്ടിരുന്നോ? കുറച്ചു നേരം കേട്ടിട്ടുള്ളൂ, കേട്ടിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവിടെ നോക്ക്, ഇത് ബൊറാക്സ് Na2B4O7. അതിക്ക് നമ്മൾ വെള്ളം ചേർക്കുക, 7H2O ആഡ് ചെയ്തു. നമുക്ക് കിട്ടുക ഇവിടെ 2 സോഡിയം ഉണ്ടായതുകൊണ്ട് 2NaOH പ്ലസ് 4 ബോറോൺ ഉണ്ട്, അതുകൊണ്ട് 4H3BO3. NaOH എന്ന് പറഞ്ഞാൽ ഏതാ കോമ്പൗണ്ട്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ സ്ട്രോങ് ബേസ്. ഇതേതാ കോമ്പൗണ്ട്? ബോറിക് ആസിഡ്. ബോറിക് ആസിഡ്. ഈ ബോറിക് ആസിഡ് എന്നുള്ളത് ഒരു വീക്ക് ആസിഡ് ആണ്. ബോറിക് ആസിഡ് ഒരു വീക്ക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസും ആണ്. അപ്പൊ നമുക്ക് ബൊറാക്സിൽ വെള്ളം ചേർത്തിയപ്പോ നമുക്കൊരു ആസിഡും ബേസും കിട്ടി. അതിലെ ബേസ് ആണ് സ്ട്രോങ്, അതുകൊണ്ട് അയാളുടെ സ്വഭാവമാണ് ഈ ബൊറാക്സിന്റെ സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. മനസ്സിലാവുണ്ടോ? പ്രോഡക്റ്റ് കിട്ടിയാൽ ആരാണോ സ്ട്രോങ് അയാളുടെ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ബൊറാക്സിൽ വെള്ളം രണ്ടും സെയിം ആണ് കേട്ടോ. ബോറിക് ആസിഡ് തന്നെയാണ് ഓർത്തോ ബോറിക് ആസിഡ്. അപ്പോ ബൊറാക്സിൽ വെള്ളം ചേർത്താൽ നമുക്ക് കിട്ടുക ഒന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള സ്ട്രോങ് ബേസ്, മറ്റൊന്ന് ബോറിക് ആസിഡ് അല്ലെങ്കിൽ ഓർത്തോ ബോറിക് ആസിഡ് എന്നുള്ള വീക്ക് ആസിഡ്. അപ്പൊ അതിൽ സ്ട്രോങ് ആയ ആളുടെ സ്വഭാവമാണ് ഈ സൊല്യൂഷൻ കാണിക്കുക. അതാണ് നമ്മൾ എഴുതിയത്, ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഫോം ആൽക്കലൈൻ സൊല്യൂഷൻ. ഇനി ഈ റിയാക്ഷനോട് എഴുതി വെക്ക്.
കഴിഞ്ഞോ? അപ്പൊ നമുക്ക് ബൊറാക്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അതാ ഉണ്ടാവുക. ബൊറാക്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ വി ഗെറ്റ് ആൽക്കലൈൻ സൊല്യൂഷൻ വൈ. അത് നമ്മൾ എന്ത് എഴുതുക? ഇത് എഴുതിയിട്ട് നമ്മൾ പറയണം sodium hydroxide is a strong base and orthoboric acid is a weak acid. So on dissolving borax in water, it give alkaline solution. Alkali എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസിനെയാണ് നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുക. അപ്പൊ ആൽക്കലൈൻ സൊല്യൂഷൻ തരുന്നു. നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് സ്ട്രോങ് ബേസ് വീക്ക് ആസിഡ് നോട്ട് ചെയ്താൽ മതി. ഇനി അടുത്തത് ബൊറാക്സിനെ നമ്മൾ ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. ബൊറാക്സിനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? ഒരു ക്വസ്റ്റ്യൻ. സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും കിട്ടിയാല് ന്യൂട്രൽ ആവും. ന്യൂട്രൽ ആണ്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടെ ആണെങ്കിൽ ആ സൊല്യൂഷൻ ന്യൂട്രൽ ആണ്. ഇനി ഏതെങ്കിലും ഒന്ന് സ്ട്രോങ്ങും വീക്കും ആവുമ്പോൾ ഏതാണോ സ്ട്രോങ് അതിന്റെ സ്വഭാവമാണ് കാണിക്കുക. രണ്ടും വീക്ക് ആയാലും ന്യൂട്രലാ? രണ്ടും വീക്ക് ആണെങ്കിൽ ന്യൂട്രൽ എന്ന് പറയാൻ കഴിയില്ല. അത് പി എച്ചിൽ ചെറിയ മാറ്റങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യും? ലെസ് അസിഡിക് അല്ലെങ്കിൽ ലെസ് ബേസിക് എന്നുള്ളതിലേക്ക് മാറും. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. കാരണം രണ്ടും വീക്കുള്ള റിയാക്ഷൻ വളരെ റയർ ആയിട്ടേ നടക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എഴുത്. വാട്ട് ഹാപ്പൻസ് when borax heated? ബൊറാക്സിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് when borax heated? നോക്കുക എന്താണ് ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്നുള്ള ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ആദ്യം ബൊറാക്സ് എന്നുള്ള കോമ്പൗണ്ട് എടുത്തു. Na2B4O7.10H2O. ഇവിടെ 10H2O എഴുതാനുള്ള കാരണം ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യണമൊന്നുമില്ല. ആഡ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴാണ് ഇതിൽ H2O അതിൽ പങ്കെടുക്കാതിരിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ബൊറാക്സ് എടുത്തു, അതിന് നമ്മൾ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യാന്നുള്ളതിനെയാണ് ഇങ്ങനെ ട്രയാങ്കിൾ കാണിച്ച ഹീറ്റ് എന്നുള്ളതാണ്. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഈ വാട്ടർ മോളിക്യൂൾ മുഴുവൻ അവിടെ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. വാട്ടർ മോളിക്യൂൾ മുഴുവൻ അവിടെ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. പിന്നെ ബാക്കി ആരാണ്ടാവുക? Na2B4O7. ഇതിന് നമ്മള് സോഡിയം മെറ്റാബോറേറ്റ് എന്നാണ് പേര്. സോഡിയം മെറ്റാബോറേറ്റ്. ഇതിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടും. ഒന്ന് NaBO2 പ്ലസ് B2O3. അങ്ങനെ രണ്ട് പ്രോഡക്റ്റ് ആണ്. NaBO2 പ്ലസ് B2O3. NaBO2 എന്ന് പറഞ്ഞാലും സോഡിയം ബോറേറ്റ് തന്നെയാണ്. B2O3 ബോറിക് ഓക്സൈഡ് ആണ്. ബോറിക് ഓക്സൈഡ്. ഈ രണ്ടും കൂടെ കൂടിയ മിക്സ്ചറിന്റെ പേരാണ് ബൊറാക്സ് ബീഡ് എന്നാണ് വിളിക്കുക. ബൊറാക്സ് ബീഡ് എന്നാണ് വിളിക്കുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ ബൊറാക്സിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ലോസസ് വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂൾ ഒക്കെ നഷ്ടപ്പെട്ട് നമുക്ക് എന്ത് കിട്ടും? സോഡിയം മെറ്റാബോറേറ്റ് കിട്ടും. ഓൺ ഫർദർ ഹീറ്റിംഗ്, വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സോളിഡിഫൈസ്, ഒരു സോളിഡ് ആയിട്ട് മാറും. ഇൻടു എ ഗ്ലാസ് ലൈക്ക് മെറ്റീരിയൽ, ഒരു ഗ്ലാസ് ലൈക്ക് മെറ്റീരിയൽ പോലെ ആയിട്ട് മാറും. ആ മാറുക എന്നുള്ളത് ഈ കോമ്പൗണ്ടാണ്. അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് മാറും? NaBO2 പ്ലസ് B2O3 എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. അതിന്റെ പേര് ബൊറാക്സ് ബീഡ് എന്നാണ്. ഈ ബൊറാക്സ് ബീഡ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക ലാബുകളില് ട്രാൻസിഷൻ മെറ്റലുകൾ ഉണ്ടാവും. ഏതാ ട്രാൻസിഷൻ മെറ്റലുകൾ? ഏതാ ട്രാൻസിഷൻ മെറ്റൽ? ആ ഡി ബ്ലോക്ക് എലമെന്റ് ഇല്ലേ? ഡി ബ്ലോക്ക് എലമെന്റ് ട്രാൻസിഷൻ മെറ്റൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഈ ഡി ബ്ലോക്ക് എലമെന്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൊറാക്സ് ബീഡ് ഉപയോഗിക്കുക. അതായത്
ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഡി ബ്ലോക്ക് എലമെന്റ് ഉണ്ട് വിചാരിക്കുക. ഇപ്പൊ സപ്പോസ് ഒരു പിന്നെ മാംഗനീസ് നമ്മളെ കയ്യിലുണ്ട്. അത് മാംഗനീസ് ആണ് നമുക്ക് അറിയൊന്നുമില്ല, ഒരു മെറ്റൽ ആണ്, അതങ്ങനെ ഉണ്ട്. അപ്പൊ മാംഗനീസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ബൊറാക്സ് ബീഡ് അതിന്റെ കൂടെ മിക്സ് ചെയ്യുക, ചൂടാക്കുക. അപ്പൊ ഒരു പർപ്പിൾ കളർ കിട്ടും. ആ പർപ്പിൾ കളർ കിട്ടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഈ എടുത്ത സാധനം ഏതാണ്? മാംഗനീസ് ആണ്. അങ്ങനെ ഓരോ ട്രാൻസിഷൻ മെറ്റലിനും ക്യാരക്ടറിസ്റ്റിക് കളർ തരിക എന്നുള്ളതാണ് ഈ ബൊറാക്സ് ബീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഈ ട്രാൻസിഷൻ മെറ്റലുകളുടെ കളർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ബൊറാക്സ് ബീഡിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്നാണ് പറയാം. ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ബൊറാക്സിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ സോഡിയം മെറ്റാബോറേറ്റ് കിട്ടും. വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ ബൊറാക്സ് ബീഡ് കിട്ടും. എന്തിനാണ് ബൊറാക്സ് ബീഡ് ഉപയോഗിക്കുക? ടു ഐഡന്റിഫൈ ദ ട്രാൻസിഷൻ മെറ്റൽ ഇൻ ലബോറട്ടറി. എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക? ദാറ്റ് ഗീവ് ക്യാരക്ടറിസ്റ്റിക് കളേഴ്സ്. ഓരോന്നിനും ഓരോ കളറുകൾ എന്നുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക് കളേഴ്സ് ഫോർ ഈച്ച് ട്രാൻസിഷൻ മെറ്റൽ വെൻ ഹീറ്റിംഗ് വിത്ത് ബൊറാക്സ് ബീഡ്. ബൊറാക്സ് ബീഡ് വെച്ചിട്ട് ഓരോ ട്രാൻസിഷൻ മെറ്റലിനെ ഹീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ അതിൻ്റെതായ കളേഴ്സ് നമുക്ക് കിട്ടുന്നു. ഓരോന്നിനും ഓരോ കളർ തരുന്നു. അതുകൊണ്ട് ആ ടെസ്റ്റിനെയാണ് നമ്മൾ ബൊറാക്സ് ബീഡ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. ബൊറാക്സ് ബീഡ് ടെസ്റ്റ്. ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. അപ്പോ നിങ്ങളിപ്പോ ക്വസ്റ്റ്യൻ എഴുതി, ഇനി അതിന്റെ ആൻസർ ആയിട്ടൊന്ന് എഴുത്. ആദ്യം ഇത് ഇതേപോലെ എഴുതി വെക്കുക. ഈ റിയാക്ഷൻ എഴുതി വെക്കാം. ഈ ബോറിക് ആൻഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ B2O3. ബോറിക് ഓക്സൈഡും ബോറിക് അൺഹൈഡ്രേറ്റും, വാട്ടർ ഇല്ലാത്ത കോമ്പൗണ്ട്, അതാണ് അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ. സോ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഫോർമുലകൾ എഴുതിയതിന് ശേഷം ചെറിയൊരു നോട്ട് എഴുതാം. On heating, borax loses water molecule. Borax loses, LOSES, loses water molecule and forms a colorless നോക്ക. ബൊറാക്സ് ലോസസ് വാട്ടർ മോളിക്യൂൾ എന്ന് എഴുതിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. അതിന്റെ ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് വിട്ട് വേറെ കുറച്ചും കൂടി എളുപ്പമുള്ള സെന്റൻസ് തരാം. ബൊറാക്സ് ലോസസ് വാട്ടർ മോളിക്യൂൾ ഫുൾ സ്റ്റോപ്പ്. ഓൺ ഫർദർ ഹീറ്റിംഗ്, വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ, ഓൺ ഫർദർ ഹീറ്റിംഗ് ഇറ്റ് ടേൺസ് into transparent liquid which solidifies into, solid ആയിട്ട് മാറുന്നു, solidifies into a glass like material, solidifies into a glass like material, glass like material ബ്രാക്കറ്റിൽ ബൊറാക്സ് ബീഡ്. ഗ്ലാസ് ലൈക്ക് മെറ്റീരിയലിന്റെ പേരാണ് ബൊറാക്സ് ബീഡ്. എഴുതിയോ? ഇനി അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. ബൊറാക്സ് ബീഡ് ടെസ്റ്റ്
is used to identify the presence of transition metal ions. The presence of transition metal ions. Because borax bead gives characteristic colors. Characteristic color എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ കളർ എന്നുള്ള characteristic colors on heating with transition metal ion. ട്രാൻസിഷൻ മെറ്റൽ അയോണുമായിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ബൊറാക്സ് ക്യാരക്ടറിസ്റ്റിക് കളേഴ്സ് തരുന്നു. ഹീറ്റിംഗ് വിത്ത് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ്. ഹീറ്റിംഗ് വിത്ത് അയോണോ? ട്രാൻസിഷൻ മെറ്റൽ അയോൺ. ട്രാൻസിഷൻ മെറ്റൽ ആയോണ്ട് ഇപ്പൊ ഏതാ നമുക്കറിയില്ല. അപ്പൊ ആ ഉള്ള മെറ്റല് അതെന്ത് ചെയ്യാ, ഈ ബൊറാക്സ് ബീഡ് വെച്ച് ഹീറ്റ് ചെയ്യാം. അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഓരോ മെറ്റലിനും ഓരോ കളർ തരാനുള്ള കഴിവ് ബൊറാക്സ് ബീഡിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസിഷൻ മെറ്റലിന്റെ പ്രസൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൊറാക്സ് ബീഡ് ടെസ്റ്റ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത കോമ്പൗണ്ട്, രണ്ടാമത്തെ കോമ്പൗണ്ട്. രണ്ടാമത്തത് ഓർത്തോബോറിക് ആസിഡ് അല്ലെങ്കിൽ ബോറിക് ആസിഡ്, രണ്ടും സെയിം ആണ്. ഓർത്തോബോറിക് ആസിഡ്, ഇറ്റ്സ് ഫോർമുല H3BO3. ഓർത്തോബോറിക് ആസിഡ് നോക്കാം. ഈ ഓർത്തോബോറിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഓർത്തോബോറിക് ആസിഡ് നമ്മൾ ഉണ്ടാക്കുക, ആദ്യം നമ്മൾ ബൊറാക്സ് എടുക്കുക, Na2B4O7 ബൊറാക്സ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡും വാട്ടറും ആഡ് ചെയ്യാം. 2HCl plus 5H2O. 2HCl plus 5H2O. ഇങ്ങനെ നമ്മൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക ഈ രണ്ട് സോഡിയവും ഇവിടുത്തെ രണ്ട് ക്ലോറിനും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? 2NaCl ഉണ്ടാവും. 2NaCl, രണ്ട് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. പ്ലസ് പിന്നെ അവിടെ ഉണ്ടായിരിക്കുക, ഇവിടെ എത്ര ബോറോൺ ഉണ്ട്? 4 ബോറോണിൽ നിന്ന് എത്ര ബോറിക് ആസിഡ് ഉണ്ടാക്കാം? എത്ര ബോറിക് ആസിഡ് ഉണ്ടാക്കാം? 4 ബോറോണിന് ആ 4 ഉണ്ടാക്കാം. ബോറിക് ആസിഡ് ഉണ്ടാക്കാൻ ഒരു ബോറോണിന്റെ ആവശ്യമുള്ളൂ. അത് 4 ബോറോൺ ഉണ്ട്. സോ 4H3BO3 അല്ലെങ്കിൽ 4BOH ത്രൈസ്. ഇതാണ് ബോറിക് ആസിഡ്. ആ ബോറിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ആണ് ബൊറാക്സിലേക്ക് ആസിഡും അതേപോലെ തന്നെ വാട്ടറും ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ വി ഗെറ്റ് സോഡിയം ക്ലോറൈഡ് ആൻഡ് ബോറിക് ആസിഡ് H3BO3. എഴുതിയോ? ഒന്ന് എഴുതി നോക്ക്. ഇനി നമുക്ക് ബൊറാക്സിനെ പറ്റി വൺ വേർഡ് ആയിട്ട് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ നേരിട്ട് അതിന്റെ സെന്റൻസ് എഴുതിക്കോ എന്ന് പറഞ്ഞുതരാം. ബൊറാക്സ് അല്ല, ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് ഈസ് എ
white crystalline solid with soapy touch boric acid is a white crystalline solid ആണ് with soapy touch അതൊരു സോപ്പുമ്മ തൊടുന്ന അതേപോലത്തെ ആ ഒരു വഴുപ്പ് ഉണ്ടാവും ഏതില് ഈ ബോറിക് ആസിഡുമ്മ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ബോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് വിത്ത് സോപ്പി ടച്ച് ഓക്കെ അപ്പൊ അങ്ങനെ സോപ്പി ടച്ച് ഉണ്ടാകണ ബോറോണിന്റെ കോമ്പൗണ്ട് ഏതെന്നാണ് ചോദിക്കല് അപ്പൊ ഓർത്തോ ബോറിക് ആസിഡ് ആണ് ഒരു സോപ്പി ടച്ച് നമുക്ക് ഫീൽ ചെയ്യല് ഇനി ഞാനൊരു റിയാക്ഷൻ എഴുതാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക് BCl3 പ്ലസ് 3H2O ജസ്റ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ബോറിക് ആസിഡ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് BCl3 പ്ലസ് 3H2O എന്താ പ്രോഡക്റ്റ് കിട്ടുക എന്താ കിട്ടുക BCl3 പ്ലസ് 3H2O നോക്ക് ഈ 3 ക്ലോറിനും ഇവിടെ നിന്നൊരു 3 ഹൈഡ്രജനും കൂടെ എടുത്താൽ എന്തുണ്ടാവും ആ 3HCl ഉണ്ടാവും 3HCl പ്ലസ് ബാക്കി ആരുണ്ടാവാ ബാക്കി ഇവിടെ എന്തൊക്കെയാ ഉള്ളത് H3BO3 3 ഹൈഡ്രജൻ ഉണ്ട് 3 ഓക്സിജൻ ഉണ്ട് ഒരു ബോറോൺ ഉണ്ട് അപ്പൊ H3BO3 അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ബോറിക് ആസിഡ് ഉണ്ടാക്കാൻ കഴിയും BCl3 പ്ലസ് 3H2O gives 3HCl പ്ലസ് H3BO3 പിന്നെ അതെഴുതി വെക്കും എഴുതി കഴിഞ്ഞോ പിന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ എഴുത് എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം ബോറിക് ആസിഡ് ഈസ് not a protonic acid boric acid is not a protonic acid but a Lewis acid boric acid is not a protonic acid but a Lewis acid. Why? 1.5 മാർക്കിന് ഇടക്കിടക്ക് ചോദിക്കും ബോറിക് ആസിഡ് എന്നുള്ളത് പ്രോട്ടോണിക് ആസിഡ് അല്ല പകരം ഒരു ലൂയിസ് ആസിഡ് ആണ് എന്തുകൊണ്ട് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ HCl എന്നുള്ളത് പ്രോട്ടോണിക് ആസിഡ് ആണ് കാരണം HCl ഡീകമ്പോസിഷൻ നടന്നാൽ നമുക്ക് എന്തൊക്കെയാ കിട്ടുക ഹൈഡ്രജനും ക്ലോറിനും എന്ന് പറയരുത് അതൊരു അയോൺ അല്ലേ ഏതൊക്കെ അയോണാ കിട്ടുക HCl 2 കഷ്ണമായിട്ട് മാറിയാല് H പ്ലസും Cl മൈനസും
എച്ച് പ്ലസും Cl-. ഇങ്ങനെ എച്ച് പ്ലസിനെ തരുന്ന ആസിഡുകളെയാണ് പ്രോട്ടോണിക് ആസിഡ് എന്ന് പറയാം. പ്രോട്ടോണിക് ആസിഡ്. അതേസമയം ഇലക്ട്രോൺ പെയറുകളെ അക്സെപ്റ്റ് ചെയ്യുന്നവരെയാണ് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുക. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഇക്വലിബ്രിയം എന്നുള്ള ചാപ്റ്റർ വരുമ്പോൾ അവിടെ പഠിക്കും. ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് ലൂയിസ് ആസിഡ്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് ബോറിക് ആസിഡ് എടുത്തു നോക്കാം. BOH ത്രൈസ് അല്ലെ, ഇതല്ലേ ബോറിക് ആസിഡ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തു, H2O ആഡ് ചെയ്തു. ഇപ്പൊ BOH ത്രൈസ് എന്നുള്ളത് പ്രോട്ടോണിക് ആസിഡ് ആവണമെങ്കിൽ ഇവിടെ നിന്ന് ഈ OH നമുക്ക് എന്ത് കിട്ടണം? H പ്ലസ് കിട്ടണം അല്ലെ. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് B-H+ അങ്ങനെയൊക്കെ കിട്ടണം. അത് കിട്ടൂല. അതിന് പകരം BOH ത്രൈസ് സാധാരണ ചെയ്യാം H2O യിലെ, നന്നായിട്ട് ശ്രദ്ധിക്കണം, H2O യിൽ ഏതൊക്കെ അയോൺ ഉണ്ടാവുക? H2O ഏതൊക്കെ അയോണാണ് H2O യിൽ ഉണ്ടാവുക? H+ഉം O- ഹൈഡ്രോണിയം. അങ്ങനല്ല, H+ഉം OH-. H2O ഉണ്ടാവുന്ന അയോണ് അവിടെ H2O H+ അയോൺ, ഹൈഡ്രജൻ അയോൺ. പിന്നെ അത് വേറെ H2O കൂടെ കൂടിച്ചേരുമ്പോ എന്താവും? H3O+, അതാണ് ഹൈഡ്രോണിയം അയോൺ. ഇതിന് ഹൈഡ്രജൻ അയോൺ. ഇപ്പൊ നമ്മൾ 2 H2O എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു H3O+ഉം OH-. അപ്പൊ ഹൈഡ്രോണിയം അയോൺ ആയിട്ട് മാറി. അപ്പൊ H2O 2 ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ H+ഉം OH- കിട്ടും. ഈ OH- ഇവരെ അക്സെപ്റ്റ് ചെയ്യും. OH- എന്നൊക്കെ പറഞ്ഞാൽ ഇലക്ട്രോൺ അധികമുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് മൈനസ് ചാർജ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ OH- എന്ത് ചെയ്യും? ഇയാൾ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറി? BOH4- ആയിട്ട് മാറും. BOH4- പ്ലസ്. ബാക്കി ആരാളുള്ളത്? ബാക്കി പിന്നെ ഈ H+ അല്ലേ ഉണ്ടാവുള്ളൂ. നോക്ക്, BOH4- ആയി. അതായത് ഓർത്തോബോറിക് ആസിഡ് ആയത് H+ വിട്ടുകൊടുത്തിട്ടല്ല, പകരം വാട്ടറുമായി കമ്പൈൻ ചെയ്തപ്പോ എന്തിനെ അക്സെപ്റ്റ് ചെയ്തു? നോക്ക്, ഇവിടെ BOH ത്രൈസ് ഉള്ളൂ. ഇവിടെ എന്തായി? BOH4 ആയി. അപ്പൊ എന്ത് അക്സെപ്റ്റ് ചെയ്തു? OH- അക്സെപ്റ്റ് ചെയ്തിട്ട് ആസിഡ് ആയതാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ലൂയിസ് ആസിഡ് എന്ന് വിളിക്കും. ലൂയിസ് ആസിഡ്. അപ്പൊ BOH ത്രൈസ് എന്നുള്ളത് വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുക. വാട്ടർ എന്ന് പറഞ്ഞാൽ H+ഉം OH- ആണ്. അപ്പൊ ഈ OH- ഇവരെ അക്സെപ്റ്റ് ചെയ്ത് BOH4- പ്ലസ് H+ ആയിട്ട് മാറി. അപ്പൊ OH- അക്സെപ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇതിനെന്തെന്ന് വിളിക്കുക? ലൂയിസ് ആസിഡ് എന്ന് വിളിക്കും. ലൂയിസ് ആസിഡ്. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു റിയാക്ഷനോട് കംപ്ലീറ്റ് ആക്കുക. BOH ത്രൈസ് എന്നുള്ള ഈ റിയാക്ഷൻ. റിയാക്ഷൻ എഴുതിയോ? ഇനി താഴെ ചെറിയൊരു സെന്റൻസ് ആയിട്ട് എഴുത്. ഓർത്തോബോറിക് ആസിഡ് ഈസ് not able to release
H plus ions of its own സ്വന്തമായ സാറേ ഒന്നുകൂടി പറയും. orthoboric acid is not able to release H plus ions of its own OWN അതായത് അതിന്റെ സ്വന്തം H പ്ലസിന് വിട്ടുകൊടുക്കാൻ BOH ത്രൈസിന് കഴിയൂല. അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് അക്സെപ്റ്റ്, ഇത് സ്വീകരിക്കുന്നു, ഇറ്റ് അക്സെപ്റ്റ് OH മൈനസ് ions from water molecule. It accept OH minus ion from water molecule. So it acts as Lewis acid. So it acts as Lewis acid. So it acts as Lewis acid. സാർ ഈ പ്രോട്ടോണിക് ആസിഡ് എന്താ? പ്രോട്ടോണിക് ആസിഡ് പറഞ്ഞാലേ ഇപ്പൊ HCl ഇതാ, HCl പിന്നെ ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ടാ മാറാം? എച്ച് പ്ലസ് അയോണും Cl മൈനസ് അയോൺ. അങ്ങനെ സ്വന്തമായിട്ട് H പ്ലസ് അയോണ കൊടുക്കാൻ പറ്റുന്നവരെയാണ് പ്രോട്ടോണിക് ആസിഡ് എന്ന് പറയുന്നത്. H പ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ. അപ്പൊ HCl H പ്ലസിനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം പ്രോട്ടോണിക് ആസിഡ് എന്ന് പറയാം. അതേസമയം ബോറിക് ആസിഡിന് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൽ നിന്നൊരു H പ്ലസിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് പ്രോട്ടോണിക് ആസിഡ് അല്ല. പിന്നെ അവരെങ്ങനെ ആസിഡായി? വാട്ടറിലെ OH മൈനസിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ ആസിഡ് എന്ന് വിളിക്കും. അത്തരം ആസിഡുകളെ ലൂയിസ് ആസിഡ് എന്നാണ് പറയാ. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഓർത്തോബോറിക് ആസിഡിന്റെ സ്ട്രക്ചറും കൂടെ ജസ്റ്റ് നോക്കിയാൽ ബോറിക് ആസിഡ് എന്നുള്ള ഭാഗം കഴിയും. ഓർത്തോബോറിക് ആസിഡ് വലിയൊരു സ്ട്രക്ചറാണ്. ഞാൻ അതിന്റെ ആ ഒരു ബേസിക് ഐഡിയ മാത്രമേ തരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അത് വരക്കാൻ വേണ്ടി എക്സാമിന് ചോദിക്കൊന്നുമില്ല. ആ സ്ട്രക്ചറിലുള്ള ചില ബോണ്ടുകളെ പറ്റി മാത്രമാണ് ചോദിക്കുക. അതൊക്കെ നമ്മളിപ്പോ പറയും. നോക്കി, H3BO3 സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഒരു ബോറോൺ, എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ. അപ്പോ ഒരു ഓക്സിജൻ ഞാൻ മേലേക്ക് വരച്ചു, ഒരു ഓക്സിജൻ ഇങ്ങനെ വരച്ചു, ഒരു ഓക്സിജൻ ഇവിടെയും വരച്ചു. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. അപ്പൊ ഓരോ ഓക്സിജന്റെ കൂടെ എന്ത് ചെയ്യും? നമ്മൾ ഓരോ ഹൈഡ്രജനും കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്ക്, ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടിന്റെ പേരെന്താ? അതിനെ ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് വിളിക്കുക. ഹൈഡ്രജൻ ബോണ്ട്. പല ടൈപ്പ് ബോണ്ട് ഉണ്ട്, അതിൽപ്പെട്ട ഒരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ്. ഇതിപ്പോ ഒരു H3BO3 ആയി. അപ്പൊ H3BO3യുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒറ്റക്കായിട്ട് നിൽക്കുമ്പോൾ സ്റ്റേബിൾ അല്ല, അങ്ങനത്തെ കുറെ എണ്ണം കൂടിയിട്ടാണ്. ഇതേപോലത്തെ H3BO3 ഇവിടെ ഒന്നുണ്ടാവും, ഇവിടെ ഒന്നുണ്ടാവും, ഇപ്പുറത്ത് ഒന്നുണ്ടാവും. അങ്ങനെ ഒരു ലെയർ സ്ട്രക്ചർ ആയിട്ടാണ് ഫോം ചെയ്യുക. അപ്പൊ നിങ്ങളോട് ഇപ്പൊ എക്സാമിന് അഥവാ സ്ട്രക്ചർ ഓഫ് H3BO3 എന്ന് ചോദിച്ചാല് ഈ ഒരു ഒറ്റ ഇത് എഴുതിയാൽ മതി, വരച്ചാൽ മതി. കാരണം ഇതന്നെയാണ് പിന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ട് വലിയൊരു ജയന്റ് മോളിക്യൂൾ ആയിട്ട് മാറും. നമുക്ക് മനസ്സിലാക്കേണ്ട സാധനം അത്രയേ ഉള്ളൂ. ഒരു ബോറോണ്
3 ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്യും. ആ 3 ഓക്സിജനും എന്ത് ചെയ്യും? ഓരോ ഓക്സിജനും ഓരോ ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ലെയർ സ്ട്രക്ചറാണ് ആർക്ക് ഉണ്ടാവുക? ഓർത്തോബോറിക് ആസിഡ് ഉണ്ടാവുക. ഒരു ലെയേർഡ് സ്ട്രക്ചറാണ് ഓർത്തോബോറിക് ആസിഡിനുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് ഈ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കുക. ഇപ്പൊ ഒരു H3BO3 ആയി. ഈ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കുക. എന്നിട്ട് അതിൽ എഴുതുക, ഇറ്റ് ഹാസ് ലെയേർഡ് സ്ട്രക്ചർ with BO3 units which are joined by hydrogen bond. ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു BO3 യൂണിറ്റ് ആണ് ഏതിനുണ്ടാവുക? ഓർത്തോബോറിക് ആസിഡിന് ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പൊ ഓർത്തോബോറിക് ആസിഡ് ഈസ് ആൾസോ ഓവർ. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. അതെ, അതുകൊണ്ട് 3 സൈഡിക്കല്ലേ ഓക്സിജൻ പോണല്ലോ. അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ നമ്മള് ബോറിക് ആസിഡും അതേപോലെ ബൊറാക്സും പഠിച്ചു. ആ പഠിച്ച ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് 2 പാടെ ഇനി പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് 14ാം ഗ്രൂപ്പ് എലമെന്റ് ഉണ്ട്. 14ാം ഗ്രൂപ്പ് പക്ക തിയറിയാണ്. ഇതേപോലെ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിലേക്ക് അതിന്റെ ആ ഭാഗം എന്ത് ചെയ്യും? നോട്ട് നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ട് കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ. മറ്റേത് ഒരുപാട് ടൈം ആയി നോട്ട് എഴുതാനായിട്ട് എടുക്കും. കാരണം ഫുള്ള് തിയറി മാത്രമല്ല. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. നമ്മളെ തേർഡ് കോമ്പൗണ്ട് ആണ് ഡൈബോറൈൻ. That is B2H6. B2H6. നമ്മളിതില് ഒരു 3 പ്രിപ്പറേഷൻ മെത്തേഡ് ഇതിനുണ്ട്. പലപ്പോഴും എക്സാമിന് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ദ ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അവ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. 3 പ്രിപ്പറേഷൻ മെത്തേഡ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത് 2BF3
പ്ലസ് 6LiH. BF3 എന്ന് പറഞ്ഞാൽ ബോറോൺ ട്രൈഫ്ലൂറൈഡ്, അല്ലെങ്കിൽ ബോറോൺ ഫ്ലൂറൈഡ് എന്ന് പറയാം. ലിഥിയം ഹൈഡ്രൈഡ് LiH. ഇവർ തമ്മിൽ റിയാക്ഷൻ നടക്കാം. എന്താ കിട്ടുക? ഇവർ തമ്മിൽ ഏകദേശം ഒരു 400 കെൽവിനിലൊക്കെ ഒരു ഹൈ ടെമ്പറേച്ചർ ചൂടാക്കുമ്പോഴാണ് റിയാക്ഷൻ നടക്കുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? നോക്കി, ലിഥിയവും ഫ്ലൂറിനും കൂടെ കൂടി ചേരില്ലേ? എന്നിട്ട് എന്താ ഉണ്ടാവുക? ലിഥിയം ഫ്ലൂറൈഡ്. ആ ലിഥിയം ഫ്ലൂറൈഡിന്റെ ഫോർമുല എന്താ? LiF ആണ്. LiF. ലിഥിയം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാല് LiF. എന്നിട്ട് നോക്കുക, ഇവിടെ എത്ര Li ഉണ്ട്? 6. അപ്പൊ നമ്മള് 6LiF എന്ന് കൊടുക്കാം. അപ്പൊ 6 Liയും 6 ഫ്ലൂറിനും കഴിഞ്ഞില്ലേ? ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? ഇനി നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് അല്ലേ ഉള്ളൂ. 2 ബോറോൺ, 6 ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? B2H6. അപ്പൊ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ഇതാണ്. ബോറോൺ ട്രൈഫ്ലൂറൈഡിനെ ലിഥിയം ഹൈഡ്രൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. അപ്പൊ ലിഥിയം ഫ്ലൂറൈഡും പിന്നെ ഡൈബോറൈനും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ലിഥിയം ഫ്ലൂറൈഡ് ആൻഡ് ഡൈബോറൈൻ. ഓക്കെ. രണ്ടാമത്തത് അടുത്ത റിയാക്ഷൻ ഇതേപോലെ തന്നെ ബോറോൺ ട്രൈഫ്ലൂറൈഡ് തന്നെയാണ് എടുക്കുന്നത്. റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുക ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് റിയാക്ഷൻ നടന്നാൽ ഏതൊക്കെ പ്രോഡക്റ്റ് കിട്ടും? ഒന്ന് എഴുതി നോക്ക്. ആദ്യം ഫസ്റ്റത്തെ എഴുതണം, എന്നിട്ട് രണ്ടാമത്തത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. അല്ല, മെയിൻ പ്രോഡക്റ്റ് മാത്രം പോരാ, ബാക്കിയെല്ലാം കൂടെ എഴുതണം. ഒന്ന് 3LiF ഉണ്ടാവൂലേ? ഇവിടുത്തെ 3 ലിഥിയവും ഫ്ലൂറിനും കൂടെ ഉപയോഗിച്ച് 3LiF. പിന്നെ അലുമിനിയവും ഫ്ലൂറിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടോ ഏതാണ്ടാവുക? അലുമിനിയം ഫ്ലൂറൈഡിന്റെ ഫോർമുല എന്താ? AlF3. അലുമിനിയത്തിന്റെ ബാലൻസ് 3 ആണ്, ഫ്ലൂറിന് 1 ആണ്. അപ്പൊ AlF3. 3 അലുമിനിയം ഉണ്ട്, സോ 3AlF3. അപ്പൊ അതോടെ ഫ്ലൂറിനൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളത് ബോറോണും ഹൈഡ്രജനും ആണ്. 4 ബോറോൺ ഉണ്ട്. അപ്പൊ എത്ര ഡൈബോറൈൻ ഉണ്ടാവും? 2. 2 B2H6 ഉണ്ടാവും, 2 ഡൈബോറൈൻ. അപ്പൊ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റുകള് നമുക്ക് 3 ലിഥിയവും ഒരു 3 ഫ്ലൂറിനും കൂടെ കമ്പൈൻ ചെയ്ത് 3LiF ലിഥിയം ഫ്ലൂറൈഡ്. 3 അലുമിനിയവും ഫ്ലൂറിനും കൂടെ കമ്പൈൻ ചെയ്താൽ 3AlF3 അലുമിനിയം ഫ്ലൂറൈഡ്. പിന്നെ ബാക്കി ഉണ്ടാവുക 4 ബോറോണും 3 12 ഹൈഡ്രജനും. അപ്പൊ അവിടെ നമുക്ക് എന്ത് കിട്ടും? 2B2H6. ഇതാണ് ഡൈബോറൈന്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്. നമുക്ക് അടുത്ത ചെറിയൊരു പ്രിപ്പറേഷൻ ഉണ്ട്, അതും കൂടെ നോക്കാം.
നമുക്ക് 2NaBH4 പ്ലസ് I2. 2NaBH4 പ്ലസ് I2. സോഡിയം ബോറോഹൈഡ്രൈഡും അയഡിനും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ഒന്ന് ചെയ്തു നോക്കുക, എന്താ കിട്ടാന്നുള്ളത്. നമുക്ക് 2 സോഡിയവും 2 അയഡിനും ഇല്ലേ അവിടെ? അപ്പൊ എന്താ കിട്ടുക? 2NaI. 2NaI. 2 സോഡിയം അയഡൈഡ് പ്ലസ് പിന്നെ അവിടെ എത്ര ബോറോണുള്ളത്? 2 2 ബോറോണിന്ന് എത്ര ഡൈബോറൈൻ ഉണ്ടാക്കാം? 6. 1 B2H6 പ്ലസ് ഇനി അവിടെ ഹൈഡ്രജൻ ബാക്കിയുണ്ടല്ലോ, പ്ലസ് H2. ആ 3 പ്രോഡക്റ്റ് ആണ് B2H6 പ്ലസ് 2NaI പ്ലസ് H2. ഇതാണ് ഡൈബോറൈന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ. ഇനി ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുക ഡൈബോറൈന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. നമുക്ക് നേരെ സ്ട്രക്ചർ ഓഫ് ഡൈബോറൈനിലേക്ക് പോവാം. സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ ശ്രദ്ധിക്കേണ്ടത്, ഡൈബോറൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം B2H6 ആണ്. സ്ട്രക്ചർ വരക്കണത് കേട്ടോ, ടെക്സ്റ്റ് ബുക്കുകളിൽ പല ടൈപ്പ് സ്ട്രക്ചറുകൾ ഉണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് വരക്കാവുന്നത് നന്നായിട്ട് നോക്കിക്കോ. 2 ബോറോൺ എടുക്കാം. ഈ 2 ബോറോണും ഒരേ പ്ലെയിനിലാണ്, ഒരേ സ്ഥലത്താണ് ഇങ്ങനെ നിൽക്കുന്നത്. 2 ബോറോൺ. പിന്നെ 6 ഹൈഡ്രജൻ ഉണ്ട്. 6 ഹൈഡ്രജൻ. അപ്പൊ അതിൽ നമ്മൾ ചെയ്യണത് ഓരോ ബോറോണിന്റെയും കൂടെ 2 ഹൈഡ്രജൻ വീതം കൊടുക്കുക. 2 ആക്കും 2 ഹൈഡ്രജൻ വീതം കൊടുക്കുക. അത് നോക്ക്, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു. അതേപോലെ ഇങ്ങടെ ഒരു ഹൈഡ്രജൻ, ഇങ്ങടെ ഒരു ഹൈഡ്രജൻ. ഇപ്പൊ ടോട്ടൽ 4 ഹൈഡ്രജൻ അല്ലേ ആയിട്ടുള്ളൂ. ഈ 4 ഹൈഡ്രജന്റെ പേരാണ് ടെർമിനൽ ഹൈഡ്രജൻ എന്നാണ് വിളിക്കുക. ടെർമിനൽ ഹൈഡ്രജൻ. ഈ 4 ഹൈഡ്രജൻ വിളിക്കുന്ന പേര് ടെർമിനൽ, ഓരോ എൻഡിലേക്കുള്ള ഹൈഡ്രജൻ ആറ്റം എന്നാണ്. പിന്നെ ബാക്കി 2 ഹൈഡ്രജൻ ഇനിയുണ്ട്. അതില് 1 ഹൈഡ്രജൻ ഈസ് എബവ് ദിസ് പ്ലെയിൻ. ഈ പ്ലെയിന്റെ മേലെയാണ് ഒരു ഹൈഡ്രജൻ. അനദർ 1 ഹൈഡ്രജൻ ഈസ് ബിലോ ദിസ് പ്ലെയിൻ. അപ്പൊ ഒരു ഹൈഡ്രജൻ എബവ് ദ പ്ലെയിൻ, മറ്റൊരു ഹൈഡ്രജൻ ബിലോ ദ പ്ലെയിൻ. ഇതിനെയാണ് നമ്മൾ B2H6ന്റെ സ്ട്രക്ചർ ആയിട്ട് പറയാം. അതായത് 2 ബോറോണും 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റവും ഒരേ പ്ലെയിനിലാണ് ഉണ്ടാവുക. പിന്നെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിന് നമ്മള് ബ്രിഡ്ജ്ഡ് ഹൈഡ്രജൻ ആറ്റം എന്നാണ് വിളിക്കുക. ഇതിനെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കണ്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങി.
അവിടെ ഇറങ്ങി കയറി. അങ്ങനത്തെ നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയും. അപ്പൊ രണ്ട് ബ്രിഡ്ജിൽ ഹൈഡ്രജൻ ആറ്റം ദേ ആർ അറ്റ് എബവ് ദ പ്ലെയിൻ ആൻഡ് ബിലോ ദ പ്ലെയിൻ. ബ്രിഡ്ജിൽ ഹൈഡ്രജൻ ആറ്റം എവിടെയാണ്? എബവ് ദ പ്ലെയിനിലും ബിലോ ദ പ്ലെയിനും ആണ്. ഒന്ന് മേലും ഒന്ന് താഴെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്ര ബി എച്ച് ബോണ്ട് ഉണ്ട്? ബി എച്ച് എന്നുള്ള ബോണ്ട് എത്ര ഉണ്ട്? ബിയും എച്ചും മാത്രം ഉള്ളത്, വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒന്ന് പറയും മക്കളെ, എത്ര ബി എച്ച് ബോണ്ട് ഉണ്ട്? ഈ സ്ട്രക്ചർ നോക്കിയാൽ കണ്ടറിയല്ലോ. ബിയും എച്ചും മാത്രം കേട്ടോ. അപ്പൊ ഇത് ബി എച്ച് അല്ല, കാരണം ഇത് ബി എച്ച് ബി ബോണ്ടാണ്. നമുക്ക് ബി എച്ച് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ടെർമിനൽ ഹൈഡ്രജൻ ആറ്റത്തിലേക്കുള്ള ബോണ്ടാണ്. ഇതൊരു ബി എച്ച്, ഇതൊരു ബി എച്ച്, ഇതൊരു ബി എച്ച്, ഇതൊരു ബി എച്ച്. അത് 4 ബി എച്ച് ബോണ്ട് ഉണ്ട്. 4 ബി എച്ച് ബോണ്ട്. ഈ ബി എച്ച് ബോണ്ടിന്റെ പ്രത്യേകത, ബി എച്ച് എന്ന് പറയുമ്പോൾ എത്ര എലമെന്റ് ഉണ്ട്? എത്ര എലമെന്റാ ബി എച്ച് എന്ന് പറയുമ്പോ? ആ 2 എലമെന്റ്. അപ്പൊ 2 എലമെന്റ് ആവുമ്പോ 2 ന്യൂക്ലിയസ് അല്ലേ ഉണ്ടാവാ? അല്ലെ, 2 ആറ്റത്തിനും ഓരോ ന്യൂക്ലിയസ്. അപ്പൊ 2 ന്യൂക്ലിയസ് എന്നുള്ളതിന് പകരം 2 സെന്റർ എന്നാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്. 2 ന്യൂക്ലിയസ് ഉള്ളതിന് പകരം 2 സെന്റർ. പിന്നെ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാല് എത്ര ഒരു ബോണ്ട് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണാ? ഒരു ബോണ്ട് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണാ? ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാല് 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ ഈ ബി എച്ച് ബോണ്ടിനെ പറഞ്ഞ പേരാണ് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട് എന്നാണ് വിളിക്കുക. അപ്പൊ 4 ബി എച്ച് ബോണ്ടിനെയും പറയാം ദേ ആർ 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഇനി ബി എച്ച് ബി ബോണ്ട് എത്ര? ബി എച്ച് ബി 2 കേട്ടോ. ഒരു ബി എച്ച് ബി, അടുത്തൊരു ബി എച്ച് ബി. അപ്പൊ ബി എച്ച് ബി ബോണ്ട് 2. അപ്പൊ 2 ബി എച്ച് ബി ബോണ്ട്. ബി എച്ച് ബി എന്ന് പറഞ്ഞപ്പോ 3 എലമെന്റ് ആയില്ലേ? 3 എലമെന്റ് ആവുമ്പോ എത്ര സെന്ററാ? 3. കാരണം 3 എലമെന്റ് 3 ന്യൂക്ലിയസ്. അപ്പൊ 3 സെന്റർ, 3 സെന്റർ. ഇനി നോക്കുക, ഈ ബി എച്ച് ബോണ്ടും സിമിലർ ആണ്. ഒരേ ബോണ്ടാണ്, ഒരേ ലെങ്ത്, ഒരേ എനർജി ഒക്കെ ഉള്ള ബോണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് രണ്ടിനെയും ഒരൊറ്റ ബോണ്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ട് ഒരൊറ്റ ബോണ്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഒരു ബോണ്ട് എന്നുള്ളതിന് എത്ര ഇലക്ട്രോണാ? 2. അപ്പൊ ഇവരെ ബി എച്ച് ബി ബോണ്ടിന് പറഞ്ഞ പേരാണ് 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ബി എച്ച് ബോണ്ട് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഇനി ഈ ബി എച്ച് ബി ബോണ്ടിന്റെ വേറൊരു സ്പെഷ്യൽ നെയിമാണ് ബനാന ബോണ്ട് എന്നാണ് വിളിക്കുക. ബി എച്ച് ബി ബോണ്ട്സ് ആർ ആൾസോ കോൾഡ് ആസ് ബനാന ബോണ്ട്. കാരണം അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ നോക്കിയപ്പോഴേ ഇതിന്റെ ബോണ്ടിന്റെ സ്ട്രക്ചർ അവർക്ക് കണ്ടത് ഒരു ബനാനയുടെ സ്ട്രക്ചറിൽ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് വിളിക്കുക? ബനാന ബോണ്ട് എന്ന് വിളിക്കും. അപ്പൊ ഇതാണ് സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ആകത്തും 2 ബോറോണും 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റവും സെയിം പ്ലെയിനിലാണ് ഉണ്ടായിരിക്കുക. 1 hydrogen atom above the plane and another one is below the plane. 4 BH bonds are there. They are 2 center 2 electron bond. 2 BHB bonds are 3 center 2 electron bond or banana bond. ഇവിടെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ ഒക്കെ വേറെ ചാപ്റ്ററിലാണ് പഠിക്കുള്ളൂ. അപ്പൊ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3.
ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. ഓക്കെ, നമുക്ക് ആ സ്ട്രക്ചർ അങ്ങോട്ട് എഴുതല്ലേ? അപ്പൊ നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ എഴുതിയിട്ട് ഈ ചിത്രം വരയ്ക്കുക, ഇതൊക്കെ അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് അതിനുശേഷം സെന്റൻസ് ആയിട്ട് പറഞ്ഞുതരാം. ആ ബനാന വരയ്ക്കണോ? ബനാന ആ പേര് ഓർമ്മിക്കാൻ വേണ്ടിട്ട് വരക്കൽ നിർബന്ധമല്ല, എക്സാമിന് ആ പേര് ചോദിക്കും. അപ്പൊ അതിന്റെ ഓർമ്മക്ക് വേണ്ടി വേണമെങ്കിൽ വരക്കാം, വരച്ചാൽ തെറ്റല്ല. സാർ ഈ സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ന്യൂക്ലിയസ് എന്നുള്ളതാണ്. എന്തിന്റെ ഇപ്പൊ രണ്ട് സെന്റർ ഉദ്ദേശിച്ചത് എന്ത്? രണ്ടാമത്തെ ബോറോൺ ആണോ? ബോറോണിന്റെ ഒരു ന്യൂക്ലിയസും ഹൈഡ്രജന്റെ ഒരു ന്യൂക്ലിയസും. രണ്ടാറ്റല്ലേ അവിടെ ഉള്ളേ? ആ, അപ്പൊ ഓരോന്നിന്റെയും ഓരോ ന്യൂക്ലിയസ്. അപ്പൊ 3 ആറ്റം ഉണ്ടെങ്കിൽ 3 ന്യൂക്ലിയസ്. ആ, 3 സെന്റർ. പിന്നെ ഇനി 2 ELN ബോണ്ട് ഇലക്ട്രോൺ ബോണ്ടാ? ആ ഇലക്ട്രോൺ ആണ് ELN എന്നൊക്കെ എഴുതിയാൽ ഇലക്ട്രോൺ. ആ. അത് ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. ആ, ഒന്ന് പറയൂ. ഏതാണ്? ഏതാ? ആ BH എങ്ങനെ 2 ഇലക്ട്രോൺ ആയിരുന്നാ? BHB ബോണ്ടാണോ BH ബോണ്ടാണോ? അമൃതശ്രീ ക്ലിയർ അല്ലേ? ആ, BH ഒരു ബോണ്ട്, അപ്പോ 2 ഇലക്ട്രോൺ. ഓക്കെ. 3 എണ്ണല്ലേ? ആ BHP എങ്ങനെ വരികയെന്ന് വെച്ചാല്, ഇപ്പൊ ഈ BHB എന്ന് പറയണേ, ഈ ബോണ്ടും സിമിലർ ആണ്, ഒരേ ബോണ്ടാണത്. അതായത് ഒരേ ലെങ്ത്തും ഒരേ എനർജിയും ഒക്കെ ഉള്ള ബോണ്ടാണ്. അപ്പൊ ഒരേ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ ഒരു ബോണ്ട് എന്നുള്ള രണ്ടിനും കൂടെ ഒരു ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യാം, ഒരേപോലെ ആയതുകൊണ്ട്. അങ്ങനെയാണ് അതിന് 2 സെന്റർ എന്ന് വിളിക്കുക. സോറി, 2 ഇലക്ട്രോൺ എന്ന് പറയാം. രണ്ടും ഒരേപോലത്തെ ബോണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ബോണ്ടായിട്ടാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു ബോണ്ടേ നമുക്ക് കാണുള്ളൂ. നമ്മളിപ്പോ ഇങ്ങനെ BHB എന്നൊക്കെ എഴുതിയാലും അത് അതിന്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് വരുമ്പോൾ ഒരു സിംഗിൾ ബോണ്ട് പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് അവർ 2 ഇലക്ട്രോൺ എന്ന് വരുന്നത്. നമ്മൾ ഈ കാണുമ്പോൾ ഒന്നല്ല ഇതിന്റെ യഥാർത്ഥ സ്ട്രക്ചർ ഉണ്ടാവുക. അതിന്റെ മൈക്രോസ്കോപ്പിക് ലെവൽ സ്ട്രക്ചർ ഒക്കെ വേറെ മോഡൽ ആയിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കാണിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, വരച്ചു കഴിഞ്ഞോ? നമുക്ക് അതിന്റെ സെന്റൻസ് എഴുതല്ലേ? ആ, എഴുത്. അതിലെഴുതാം, the boron atoms and 4 terminal hydrogen atoms lie lie in one plane.
lie in one plane. അതായത് 2 ബോറോൺ ആറ്റവും 4 ടെർമിനൽ ഹൈഡ്രജൻ ആറ്റവും ഒരേ പ്ലെയിനിലാണ് ഉണ്ടായിരിക്കുക. ഫുൾ സ്റ്റോപ്പ്. The bridged hydrogen atoms lie, that is LIE, lie above and below this plane. Above and below this plane. ഈ പ്ലെയിന്റെ താഴെയും മേലെയായിട്ടാണ് ഉണ്ടാവുക. Above and below this plane. Full stop. The terminal BH bonds are two center, two electron bonds. Two center, two electron bonds. Full stop. The bridged BHB bonds are three center, two electron bond, or banana bond. 3 center, 2 electron bond or banana bond. Full stop. In B2H6, another diborane, in B2H6, each boron atom uses in B2H6, each boron atom uses sp3 hybrid orbitals for bonding. sp3 hybrid orbitals for bonding. ബോണ്ടിങ്ങിന് വേണ്ടി sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ, അതായത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ് കാണിക്കുക. ഓക്കെ, ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ഡൈബോറൈൻ. ഓക്കെ, നമുക്ക് നാലാമത്തെ കോമ്പൗണ്ട് ഏതായിരുന്നു? ബോറസീൻ. ബോറസീൻ. ബോറസീനെ പറയുന്ന വേറെ പേരാണ് ബോറസോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കും. ഫോർമുല B3N3H6. ബോറസീൻ, ബോറസോൾ, B3N3H6. നമുക്ക് ബോറസീൻ നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഡൈബോറൈനെ അമോണിയയുമായിട്ട് റിയാക്ഷൻ നടത്താം. ഡൈബോറൈന് നമ്മൾ അമോണിയയുമായിട്ട് റിയാക്ഷൻ നടത്താം. എന്ത് കിട്ടും? 3B2H6 plus 6NH3 gives. ഒരു പ്രോഡക്റ്റ് ഞാൻ എഴുതാം, ബാക്കിയുള്ളത് നിങ്ങൾ എഴുതാം. 12H2. ഒരു പ്രോഡക്റ്റ് ഇതാണ് 12H2, 12 ഹൈഡ്രജൻ. ഇനി ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടാവും, അതേതാ?
ബോറസീൻ എത്ര എണ്ണം? നമുക്ക് B3N3H6 ആണ്. എത്ര എണ്ണം? 2 എണ്ണം. 2 എണ്ണം. കാരണം 3, 2, 6 ബോറോൺ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 6 എണ്ണം ആക്കണമെങ്കിൽ 2 എണ്ണം കൊടുക്കണം. അപ്പൊ 2B3N3H6. അപ്പൊ ഇങ്ങനെയാണ് ബോറസീൻ ഉണ്ടാക്കുക. ഡൈബോറൈന് അമോണിയയുമായിട്ട് റിയാക്ഷൻ നടത്തിയാൽ വി ഗെറ്റ് ബോറസീൻ. ഇനി എന്തുകൊണ്ടാണ് ഈ ബോറസീനെ നമ്മൾ ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്? ജസ്റ്റ് നോക്ക്. ബോറസീന്റെ സ്ട്രക്ചർ നമ്മൾ വരക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നോർമൽ ബെൻസീൻ വരക്കുമ്പോ എങ്ങനെ ഉണ്ടാവല്? ഇങ്ങനെയല്ല ബെൻസീൻ വരക്കല്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവൂലേ? ഫോക്കസ് ഏരിയയിൽ ഇല്ല. അതാ കുഴപ്പമില്ല. അന്ന് ബെൻസീൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. അതിന്റെ ഫോർമുല C6H6 എന്നാണ്. ബെൻസീന്റെ ഫോർമുല C6H6. അതിന്റെ സ്ട്രക്ചർ നമ്മൾ വരക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? 6 കാർബൺ, 6 കോർണറിലും ഓരോ കാർബൺ വരക്കൂല ഉണ്ട് നമ്മൾ ഊഹിക്കും. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ. കാർബണിന്റെ വാലൻസി എത്രയാ? 4. അപ്പൊ കാർബണിന്റെ പിന്നാലെ ബോണ്ടായിട്ടോ ആറ്റങ്ങളായിട്ടോ ഒക്കെ 4 ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ആണെങ്കിലോ 6 കാർബണിന്റെ കൂടെ 6 ഹൈഡ്രജൻ. അപ്പൊ നമ്മള് ഒരു കാർബണിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ, ഒരു കാർബണിന്റെ കൂടെ അടുത്ത ഹൈഡ്രജൻ, ഇങ്ങനെ വരച്ചു. വരക്കണം എന്നില്ല കേട്ടോ. കാർബണും ഹൈഡ്രജനും അല്ലാത്തതാണെങ്കിൽ മാത്രമേ വരക്കേണ്ടുള്ളൂ. മറ്റേത് അവിടെ ആൾറെഡി ഉണ്ട് എന്നാണ് അതിന്റെ നമ്മൾ മനസ്സിലാക്കല്. ഇനി നമുക്ക് കാർബണിന്റെ വാലൻസി 4 നമുക്കറിയാം. അപ്പൊ ഈ ഒരു കാർബൺ എടുക്കാം. ഈ കാർബണിന്റെ കൂടെ ഇപ്പൊ എത്ര ബോണ്ട് ഉണ്ട്? ഈ കാർബൺ അടുത്തത് എത്ര ബോണ്ട് ഉണ്ട് അതിന്റെ പിന്നാലെ? നോക്ക്, ഈ വരച്ചതൊക്കെ ഓരോ ബോണ്ടാണ്. ഈ കാർബണിന്റെ പിന്നാലെ എത്ര ബോണ്ട് ഉണ്ട്? ഇതൊരു ബോണ്ടല്ലേ? ഹൈഡ്രജനൊക്കെ ഒരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്, 3 ബോണ്ടില്ലേ? ബാലൻസ് 4. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബോണ്ട് എന്ത് ചെയ്യാം? ഡബിൾ ബോണ്ട് ആക്കി കൊടുക്കാം. ഇപ്പൊ ഈ കാർബണിന്റെ ഭാഗം ക്ലിയർ അല്ലേ? നോക്ക്, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്. അപ്പൊ 2 ബോണ്ട്, 3 1 4 ബോണ്ട്. ഓക്കെ ആണോ? ഇനി നമ്മള് ഈ കാർബൺ എടുക്കാം. ഈ കാർബണിന്റെ കൂടെ ഇപ്പൊ എത്ര ബോണ്ട് ഉണ്ട്? ഇതിന്റെ കൂടെ ഇത് ഇങ്ങോട്ടൊരു ബോണ്ട്, തൊട്ടിപ്പുറത്തൊക്കെ 1, അപ്പൊ 2, ഇങ്ങോട്ട് 1 3, ഇങ്ങോട്ട് 1 4. അപ്പൊ ഞാൻ അവിടെ ഒന്നും കൊടുക്കണ്ട. ഇനി ഈ കാർബൺ എടുക്ക്. ഇതിന്റെ കൂടെ ഒരു ബോണ്ട്, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടുണ്ട്, ഒരു ബോണ്ട് ഇങ്ങോട്ടുണ്ട്, 1 ഇങ്ങോട്ട്, 3 ആണല്ലോ ആയിട്ടുള്ളൂ. അപ്പൊ 4 ആക്കണം. അപ്പൊ അതിന് ഒരു ഡബിൾ ബോണ്ട് ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ കൊടുത്താൽ ഇതിന്റെ ബാലൻസ് 5 ആവും. അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുത്തു. ഇനി ഈ കാർബണിന്റെ കൂടെ നോക്ക്, ഇങ്ങോട്ടൊന്ന്, ഇങ്ങോട്ടൊന്ന്, ഇപ്പുറത്തേക്ക് 2. ആ 4 ബോണ്ട് ഉണ്ട്, നമ്മളൊന്നും ചെയ്യണ്ട. ഈ കാർബണിന്റെ കൂടെ ഒരു ബോണ്ട്, 2 ബോണ്ട്, 3 ബോണ്ട്, 4ാമത്തെ ഒന്നും പടി മരിച്ചു. ഇതാണ് ബെൻസീന്റെ സ്ട്രക്ചർ. ആൾട്ടർനേറ്റീവ് ആയിട്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. മനസ്സിലാവുണ്ടോ? ഒരു സ്ഥലത്ത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അടുത്ത ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്. ഇതാണ് ബെൻസീന്റെ സ്ട്രക്ചർ. C6H6 എന്നുള്ളതാണ് ഇതിന്റെ ഫോർമുല. അപ്പൊ ഇനി നമ്മള് ബെൻസീനിലെ കാർബൺ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് അതിന് പകരം ബോറോണും
നൈട്രജനും വെച്ച് ഫിറ്റ് ചെയ്യാം. അത് നോക്ക്, ഞാൻ ഇതേപോലത്തെ സ്ട്രക്ചർ വരക്കാം. ഇതേപോലെ ഡബിൾ ബോണ്ട്. അപ്പൊ ഇത് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. പിന്നെ ഹൈഡ്രജൻ ഒക്കെ ഇതേപോലെ തന്നെ ഉണ്ട്. ഹൈഡ്രജൻ, ഇതിപ്പോ നമ്മളെ നോർമൽ ബെൻസീനാണ് അല്ലെ, കാർബണും ഹൈഡ്രജനും ഉള്ളത്. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുത്തെ കാർബൺ അങ്ങോട്ട് മാറ്റി. ഈ സെന്ററിലാണ് കാർബൺ ഉണ്ടാവുക. അതിനെ മാറ്റിയിട്ട് പകരം ആരെ കൊടുന്നു, ബോറോണിനെ കൊടുന്നു. കാർബൺ മാറ്റി ബോറോണിനെ കൊടുന്നു. ഇവിടുത്തെ കാർബണിന് പകരം നൈട്രജനെ കൊടുന്നു. നൈട്രജൻ. ഇനി ഇവിടെ ബോറോൺ, ഇവിടെ നൈട്രജൻ, ബോറോൺ, നൈട്രജൻ, ഇങ്ങനെ കൊടുന്നു. ഇപ്പൊ നോക്ക്, B3 N3 H6 അങ്ങനെ കിട്ടിയില്ലേ? അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ, കാർബൺ ഉണ്ടെങ്കിൽ അതിനെ ഓർഗാനിക് എന്ന് വിളിക്കുള്ളൂ. കാർബൺ ഇല്ലെങ്കിൽ പിന്നെ അതിന് ഇനോർഗാനിക് എന്നാണ് വിളിക്കുക. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ആരായിട്ട് സിമിലർ ആണ്, ബെൻസീനുമായിട്ട് സിമിലർ ആണ്. അതുകൊണ്ടാണ് B3N3H6 നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുക. ഇനോർഗാനിക് ബെൻസീൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം ഈ പ്രിപ്പറേഷൻ മെത്തേഡ് എഴുതി വെക്കുക. എന്നിട്ട് അതിനുശേഷം ബെൻസീൻ എന്ന് പറഞ്ഞ ഈ സ്ട്രക്ചർ വരക്കുക. B3N3H6 എഴുതിയിട്ട് ഈ സ്ട്രക്ചർ വരക്കുക. സാറേ രണ്ടും വരക്കണോ? ആ രണ്ടും വരക്കണം, എന്നാലല്ലേ അതും ഇതും സിമിലർ ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിന്റെ താഴെ എഴുതുക. വരച്ചു കഴിഞ്ഞില്ലേ? ഒരു മിനിറ്റ് സാറേ. ഓക്കെ ഓക്കെ. ഇനി താഴെ എഴുതുക. ബോറസീൻ ഈസ് കോൾഡ് inorganic benzene. Borazine is called inorganic benzene because its structure is similar to benzene. സ്ട്രക്ചർ ബെൻസീന്റെ സ്ട്രക്ചറുമായിട്ട് സിമിലർ ആണ്.
structure is similar to benzene. ബെൻസീന്റെ സ്ട്രക്ചറുമായിട്ട് സിമിലർ ആയതുകൊണ്ടാണ് ബോറസീനെ നമ്മൾ ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ ഇതോടുകൂടെ 13th ഗ്രൂപ്പ് എലമെന്റ് ഈസ് ഓവർ. 13ാം ഗ്രൂപ്പ് കഴിഞ്ഞു. അടുത്ത ദിവസം നമുക്ക് 14ാം ഗ്രൂപ്പാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം എന്നൊക്കെ പറഞ്ഞുള്ള ആ ഗ്രൂപ്പ്. അതിൽ മെയിനായിട്ട് കാർബണിന്റെ കോമ്പൗണ്ടുകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പഠിക്കാണ്ട്. പിന്നെ കാർബണിന്റെ അല്ലോട്രോപ്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ. പിന്നെ സിലിക്കണിന്റെ ചില കോമ്പൗണ്ടുകൾ, സിലിക്ക, സിലിക്കോൺ, സിലിക്കേറ്റ്. അപ്പൊ കുറെ തിയറിയാണ്, വലിയ ഇതേപോലെ സ്ട്രക്ചറോ മറ്റൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ഒരുപാട് എഴുതേണ്ടി വരും. ഞാൻ തൽക്കാലം നിങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇതിന്റെ നോട്ട് നിങ്ങൾക്കൊന്ന് പ്രൊവൈഡ് ചെയ്യാനാണ്. പ്രിന്റ് എടുത്തിട്ടോ മറ്റോ നിങ്ങൾക്ക് തരും. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. 13ാം ഗ്രൂപ്പിൽ ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങളൊക്കെ ഇന്നെടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 4 കോമ്പൗണ്ടിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇന്നെടുത്തത് ഇന്ന് തന്നെ വായിച്ചു നോക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. അങ്ങനത്തെ ഒരു ഏരിയയും കൂടെയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് തൽക്കാലം ഡൗട്ടുകൾ ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തോളൂ. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്യാം. ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് ലീവ് ചെയ്താൽ മതി. പറയൂ. പറയൂ. B2H6 ബോറോൺ ആറ്റംസ് sp3 എന്ന് പറഞ്ഞില്ലേ? sp3 അറിയണ എന്താണ്? അത് ഹൈബ്രിഡൈസേഷൻ ആണ്. അതായത് ബോറോണും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്യല് ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോഴാണ് sp3. അത് നമ്മള് 4th ചാപ്റ്ററിൽ ഹൈബ്രിഡൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരും. അത് വലിയൊരു തിയറിയാണ്. അപ്പൊ അത് പറയുമ്പോഴേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ തൽക്കാലം നമ്മൾ അത് എടുക്കാതെ എടുത്തോണ്ട് ജസ്റ്റ് ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഓക്കെ സർ. ഹലോ മാഷേ, റിസൾട്ട് പേടിക്കണ്ട.